ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ രണ്ടാം ഘട്ട വാഹന പ്രചാരണം പുരോഗമിക്കുകയാണ്. ഇന്ന് ചിറയിൻകീഴ്, വർക്കല മണ്ഡലങ്ങളിലായാണ് പര്യടനം. നിരവധി ഇരുചക്ര വാഹനങ്ങളും പര്യടനത്തിൽ അണിചേരുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചാരണ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സജീവമായ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചാരണ രംഗത്ത് തന്നെയാണ് തുടക്കം മുതലേ വി മുരളീധരൻ. എന്തായാലും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തവുമുണ്ട്. വിവരങ്ങൾ. രോഹിണി, വലിയൊരു ആവേശമാണ് വാഹന പ്രചരണ ജാഥയ്ക്ക് ഉടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. വലിയൊരു ആവേശം ജനങ്ങളിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹന പ്രചരണ ജാഥയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിവിധ മേഖലകളിൽ, അതായത് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും വാർഡുകൾ കേന്ദ്രീകരിച്ചും നിരവധി തവണ ഈ വാഹന പ്രചരണ ജാഥ കടന്നുപോയി. തുടർന്ന് രണ്ടാം ഘട്ട വാഹന പ്രചരണ ജാഥയാണ് ഇപ്പോൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ചിറയിൻകീഴ് മണ്ഡലത്തിലൂടെയാണ് ഈ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത്. ചിറയിൻകീഴ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ വാഹന ജാഥ കടന്നു പോകുന്നുണ്ട്. ആനത്തലവട്ടത്ത് നിന്നായിരുന്നു ഇന്നത്തെ ദിവസത്തെ തുടക്കമുണ്ടായത്. അയ്യങ്കാളി മുക്കിൽ നിന്ന് ആരംഭിച്ച് അയ്യങ്കാളി നഗർ, സ്റ്റാലിൻ മുക്ക് തുടങ്ങി മണ്ണാത്തിമൂല വഴി വാഴത്തൊപ്പ്, കലാപോഷണി, ഗുരുദേവൻ മുക്ക് തുടങ്ങിയ ഭാഗങ്ങളിലൂടെ എല്ലാം ഈ വാഹന പ്രചരണ ജാഥ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചവരെയായിരിക്കും ഈ ആദ്യഘട്ടം എന്ന നിലയിൽ വാഹന പ്രചരണ ജാഥ. അതിനുശേഷം 3 മണിക്ക് ശേഷം വർക്കല മണ്ഡലത്തിലേക്ക് വാഹന പ്രചരണ ജാഥ കടക്കുകയും ചെയ്യും. നമുക്കറിയാം, വലിയൊരു സ്വീകാര്യത ഈ വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് ഉടനീളം ലഭിക്കുന്നുണ്ട്. ഗ്രാമാന്തരങ്ങളും നഗരങ്ങളുമെല്ലാം അദ്ദേഹം വാഹന പ്രചരണ ജാഥയിലൂടെയും അല്ലാതെ വ്യക്തിപരമായും എല്ലാം ആളുകളെ കാണുകയും വോട്ടഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയെല്ലാം ജനങ്ങൾ ഒരു വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അതായത് ഈ വാഹന പ്രചരണ ജാഥയിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് വികസനം എന്നൊരൊറ്റ മന്ത്രമാണ്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷം ജനങ്ങൾക്ക് നൽകിയ, ജനങ്ങളെ സേവിച്ച ആ വികസനം തുടർന്ന് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നിവാസികൾ കൂടി ലഭിക്കുവാൻ തന്നെ വിജയിപ്പിക്കണം എന്ന ഒരു അഭ്യർത്ഥനയുമായാണ് വി മുരളീധരൻ മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തുന്നത്. വലിയൊരു ജനസ്വീകാര്യതയും അവിടെ നിന്ന് ഈ മണ്ഡലവും അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. നമുക്കറിയാം, ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം, അതായത് ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പടിഞ്ഞാറ് ഭാഗം ഈ തീരദേശ മേഖലയും കിഴക്കോട്ട് വരുമ്പോഴേക്കും അതൊരു മലയോര മേഖലകളിലടക്കം പൊന്മുടി അടക്കമുള്ള ഭാഗങ്ങൾ ഈ മലയോര മേഖലകളിൽ ഉൾപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ഭാഗത്താണ്, അത്തരമൊരു ഭൂപ്രകൃതിയാണ് ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലുള്ളത്. മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങൾ ഏറിയ പങ്കും ഗ്രാമപ്രദേശങ്ങളാണ്. അതിൽ ആ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോഴും ഇത്തരത്തിൽ വികസനം എത്താത്ത പലയിടങ്ങളുമുണ്ട് ഈ മേഖലകളിലെല്ലാം. നേരത്തെ തന്നെ നമുക്കറിയാം, ഇവിടെ ഈ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 2 തവണ LDF-ന്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിന്ന് വിജയിച്ചു വന്നത്. അതായത് സമ്പത്തായിരുന്നു വിജയിച്ചതെങ്കിൽ അതിനുശേഷം വിജയിച്ചത് UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്, നിലവിലെ MP കൂടിയായ അടൂർ പ്രകാശാണ്. എന്നാൽ ഇരുവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായ വലിയ അനാസ്ഥയാണ് ഈ മണ്ഡലത്തിലുണ്ടായത്. വികസന മുന്നെടുപ്പ് ഈ മണ്ഡലത്തിലുടനീളം കാണാൻ കഴിയും. ഇതിൽ ജനങ്ങൾ വളരെയേറെ പ്രതിഷേധം പുലർത്തുന്നവരാണ്. ജനങ്ങൾക്ക് ഇത്തരം സമീപനത്തിൽ ജനങ്ങൾ വളരെ പ്രതിഷേധവും ഈ വി മുരളീധരന്റെ ജാഥയിലുടനീളം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വികസനം എങ്ങും എത്താത്ത സ്ഥിതിയിലേക്ക് ചെന്നെത്തിയ ഒരു നാടായി ഈ ആറ്റിങ്ങൽ മണ്ഡലം മാറിയൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, നിലവിലെ MP-യെ കാണാൻ കിട്ടാത്ത സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു അവസ്ഥ ഈ മണ്ഡലത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രതിഷേധവും ജനങ്ങൾ തങ്ങളുടെ ഈ BJP-യുടെ സ്ഥാനാർത്ഥി തങ്ങളിലേക്ക് എത്തുമ്പോൾ, ഈ വോട്ടഭ്യർത്ഥനയുമായി എത്തുമ്പോൾ അദ്ദേഹത്തോട് പരിദേവനങ്ങളും പരിഭവങ്ങളുമായി പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വളരെ വലുതാണ്. വി മുരളീധരന്റെ ജാഥയിലുടനീളം ഇത്തരത്തിലൊരു വലിയ സ്വീകാര്യത ലഭിക്കുന്നുമുണ്ട്. അദ്ദേഹം ഈ മറ്റു സ്ഥാനാർത്ഥികളെ കുറ്റം പറയാതെ വികസനം എന്നൊരു മന്ത്രം മാത്രം പറഞ്ഞുകൊണ്ട് അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രചരണ വേദികളിലെല്ലാം കാണാൻ കഴിയുന്നത്. തന്നെ വിജയിപ്പിക്കുകയും ഈ മണ്ഡലത്തിലെ വികസനത്തിൽ തന്നെ വിജയിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിണി, ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചാരണ ജാഥ പുരോഗമിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.